അപ്പോൾ നെക്സ്റ്റ് എസ്സേ ടോപ്പിക് നമ്മൾ പറയാൻ പോകുന്നത് ആർച്ചസ് ഓഫ് ഫുട്ട് ആണ്. സോ ആർച്ചസ് ഓഫ് ഫുട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ എഴുതേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻലി 2 ടൈപ്പ് ഓഫ് ആർച്ചസ് ആണ് ഫുട്ടിൽ കാണാൻ പറ്റുന്നത്. ഒന്നാമത് ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചസ്, അത് തന്നെ 2 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് മീഡിയൽ ആൻഡ് ലാറ്ററൽ. ആൻഡ് വി ഓൾസോ ഹാവിങ് transverse arches. Okay, transverse arches further divided into anterior and posterior transverse arches, and longitudinal arches nu parnal it is having longitudinal archil 2 എണ്ണം ഉണ്ട്. ഏതൊക്കെ? മീഡിയലും അതേപോലെ ലാറ്ററലും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ ബോൺസ് ആണ് ഫുട്ടിൽ നമുക്ക് മെയിൻലി ഇൻവോൾവ് ചെയ്യുന്നത് ആർച്ചസ് ഫോം ചെയ്യാൻ? അതാണ് കാൽക്കേനിയം, പോസ്റ്റീരിയർലി കാൽക്കേനിയം, ദെൻ ടാലസ്, ദെൻ നാവിക്കുലാർ ബോൺ, പിന്നെ ക്യൂബോയിഡ്, 3 ക്യൂണിഫോം ആൻഡ് 5 മെറ്റാടാർസൽസ്. അപ്പോൾ ഇത്രയും ബോണാണ് ആർച്ചസ് ഓഫ് ദി ഫുട്ട് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആർച്ചിലേക്ക് നമുക്ക് പോകാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആർച്ച് വിച്ച് ഇസ് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്. ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൽ തന്നെ ഒന്നാമത്തത് ദാറ്റ് ഈസ് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചസ് പറയുമ്പോൾ അതിന് 3 പാർട്ടാണ് ഉള്ളത്. ഒന്നാമത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് പറയുമ്പോൾ നമ്മൾ 3 പാർട്ട് പറയണം. ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചസ്, അതിന് പില്ലേഴ്സ് ഉണ്ട്, ദെൻ സമ്മിറ്റ് ഉണ്ട്, ആൻഡ് ഫൈനലി എന്താ ഉള്ളത്? ജോയിൻറ്റ്സ്. സോ ഏത് ആർച്ച് പറഞ്ഞാലും ലൈക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൽ മീഡിയൽ ആയിക്കോട്ടെ ലാറ്ററൽ ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ ബിഗിൻ ചെയ്യുന്നത് പില്ലർ, സമ്മിറ്റ് ആൻഡ് ജോയിൻറ്റ്സ് പറഞ്ഞിട്ടായിരിക്കണം. അതിനുശേഷം ദി ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് ദിസ് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്, അങ്ങനെ ആയിരിക്കണം നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ഫോം ചെയ്യുന്ന ബോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മീഡിയലി ഓഫ് ദി ഫുട്ട് ആണല്ലോ കാണുന്നത്. അപ്പോൾ മീഡിയലി കാണുന്ന ബോൺസ് ആയിരിക്കും ഏതൊക്കെ? മീഡിയൽ ഹാഫ് ഓഫ് ദി കാൽക്കേനിയസ്, ടാലസ്, നാവിക്കുലാർ, ദെൻ മീഡിയൽ ക്യൂണിഫോം, ദെൻ 3 മെറ്റാടാർസൽസ്. ഓക്കെ, 3 മെറ്റാടാർസൽസ്. സോ ഇത്രയും ആയിരിക്കും നമുക്ക് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൽ കാണുന്നത്. അപ്പം പില്ലറായിട്ട് വരുന്നത്, പില്ലറിൽ തന്നെ അറിയാലോ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പില്ലേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം എന്താ? പില്ലർ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഇവിടെയും പോസ്റ്റീരിയർ ആയിട്ടും അതേപോലെ ആൻറ്റീരിയർ ആയിട്ടും തൂണായിട്ട് നിൽക്കുന്നത്. അതാണ് ഏതൊക്കെ? പോസ്റ്റീരിയറിൽ കാണുന്ന പില്ലറാണ് കാൽക്കേനിയസ്. ഓക്കെ, കാൽക്കേനിയസ്. ആൻഡ് ആൻറ്റീരിയറിൽ കാണുന്ന പില്ലർ ഏതാണ്? 3 മെറ്റാടാർസൽസ്. ഓക്കെ, 3 മെറ്റാടാർസൽസ്. അപ്പം ആൻറ്റീരിയർലി 3 മെറ്റാടാർസൽസ് ആൻഡ് പോസ്റ്റീരിയർലി കാൽക്കേനിയസ്. അതാണ് പില്ലർ. ഇനി സമ്മിറ്റിലേക്ക് പോകാം. സമ്മിറ്റ് ഫോം ചെയ്യുന്ന ആരാ? ടാലസ്. ഓക്കെ, ടാലസ് ബോണാണ് സമ്മിറ്റ് ഫോം ചെയ്യുന്നത്. ഫൈനലി നമുക്ക് എന്ത് കാണണം? ജോയിൻറ്റ്സ്. ഏതൊക്കെ ജോയിൻറ്റ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ടാലോ കാൽക്കേനിയോ നാവിക്കുലാർ ജോയിൻറ്റ്. ഓക്കെ, അത് സിമ്പിളാണ്. ടാലസ് ഉണ്ട്, കാൽക്കേനിയോ ഉണ്ട്, നാവിക്കുലാർ ഉണ്ട്. സോ ടാലോ കാൽക്കേനിയോ നാവിക്കുലാർ ജോയിൻറ്റ് അതുകൊണ്ട്, ആൻഡ് സബ് ടാലാർ ജോയിൻറ്റ്. സോ ഈ 2 ജോയിൻറ്റ്സും ആണ് നമുക്ക് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൽ കാണുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ്? പില്ലർ പറയാം, സമ്മിറ്റ് പറയാം, ജോയിൻറ്റ്സ് പറയാം. സോ ആൻഡ് ഈ ഡയഗ്രം വരയ്ക്കണം. ദിസ് ഡയഗ്രം ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ ഡയഗ്രം അതേപോലെ പില്ലർ, സമ്മിറ്റ്, ജോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതിയാൽ മാത്രമേ ആദ്യത്തെ പാർട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് ഫാക്ടേഴ്സ് മെയിൻറ്റെയിൻ, അതുകൊണ്ട് കഴിയുന്നില്ല. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്? ഓക്കെ, അതിൽ ബോൺസ് ആദ്യം പറയാം. ബോൺസിൽ
നമ്മൾ പറയേണ്ടത് സസ്റ്റൻറ്റാക്യുലം ടാലൈ. സസ്റ്റൻറ്റാക്യുലം ടാലൈ അതെന്ത് ചെയ്യുന്നു? അപ്പർ പാർട്ട് ഓഫ് ടാലസ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ സസ്റ്റൻറ്റാക്യുലം ടാലൈ ആണ്. ഓക്കെ, സസ്റ്റൻറ്റാക്യുലം ടാലൈ. ദെൻ നമ്മൾ നോക്കേണ്ടത് ലിഗമെൻറ്റ്സ് ആരാണ് ഫോം ചെയ്യുന്നത്? ഈ ലിഗമെൻറ്റ്സ് എന്തായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ്റർസെഗ്മെൻ്റൽ ടൈസ്. അപ്പോൾ നമുക്കിവിടെ കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട് കാണാം. ഏത്? നമുക്ക് ടാലസ്, അതേപോലെ കാൽക്കേനിയം, പിന്നെ നാവിക്കുലാർ, ക്യൂണിഫോം, ഇതൊക്കെ ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കുന്നത്, ഓരോ ബോൺസ് അല്ല, അപ്പോൾ ഓരോ സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ലിഗമെൻറ്റ്സ്. അതുകൊണ്ടാണ് ലിഗമെൻറ്റ്സിനെ നമ്മൾ ഇവിടെ ഇൻ്റർസെഗ്മെൻ്റൽ ടൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർസെഗ്മെൻ്റൽ ടൈസ്. അപ്പോൾ ഈ ഇൻ്റർസെഗ്മെൻ്റൽ ടൈസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന മൂന്ന് സംഭവങ്ങളാണ്, 3 ലിഗമെൻറ്റ്സ് ആണ്. ഒന്നാമത്തത് സ്പ്രിംഗ് ലിഗമെൻറ്റ്. ഓക്കെ, എന്താണ് സ്പ്രിംഗ് ലിഗമെൻറ്റ്? ദെൻ സെക്കൻഡ് വൺ ഇൻട്രോഷ്യസ് ലിഗമെൻറ്റ്. ഓക്കെ, സ്പ്രിംഗ് ലിഗമെൻറ്റ്, ദെൻ ഇൻട്രോഷ്യസ് ലിഗമെൻറ്റ്, മൂന്നാമത്തത് ഇൻട്രോഷ്യസ് ടാലോ കാൽക്കേനിയൽ ലിഗമെൻറ്റ്. ഓക്കെ, സ്പ്രിംഗ് ലിഗമെൻറ്റ് ഇതാണ് സ്പ്രിംഗ് ലിഗമെൻറ്റ്, ദെൻ ഇൻട്രോഷ്യസ് ലിഗമെൻറ്റ് ആൻഡ് ഓൾസോ ഇൻട്രോഷ്യസ് ടാലോ കാൽക്കേനിയൽ ലിഗമെൻറ്റ്. അതാണ് ഇൻ്റർസെഗ്മെൻ്റൽ ടൈസ്. ഇനി ഏതൊക്കെ മസിൽസ്, അതേപോലെ ടെൻഡൻ ആൻഡ് അപ്പോന്യൂറോസിസ് ഇൻവോൾവ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ഈ മസിൽ ടെൻഡൻ ആൻഡ് അപ്പോന്യൂറോസിസ് അതിന് 2 ഫങ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്ലിങ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതേപോലെ ടൈ ബീം ആയിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്ലിങ് എന്ന് വെച്ചാൽ കെട്ടി നിർത്തും. ഇപ്പോൾ ഊഞ്ഞാലിനെ കെട്ടി നിർത്തത്തില്ലേ, അതേപോലെ സ്ലിങ്. ഇവിടെ സ്ലിങ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഏതായിരിക്കും? ടെൻഡൻ ഓഫ് ടിബിയാലിസ് പോസ്റ്റീരിയർ, ദെൻ ടെൻഡൻ ഓഫ് ഫ്ലെക്സർ ഹാലുസിസ് ലോങ്ങസ്. ഓക്കെ, അതേപോലെ ഏതാ ഫ്ലെക്സർ ഹാലുസിസ് ലോങ്ങസിൻ്റെ ടെൻഡൻ, ദെൻ ടിബിയാലിസ് പോസ്റ്റീരിയറിൻ്റെ ടെൻഡൻ, ടിബിയാലിസ് ആൻറ്റീരിയറിൻ്റെ ടെൻഡൻ. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമാണ് നമുക്ക് മെയിൻലി സ്ലിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഫ്ലെക്സർ ഡിജിറ്റോറം ലോങ്ങസ്, ഫ്ലെക്സർ ഹാലുസിസ് ലോങ്ങസ്, ടിബിയാലിസ് പോസ്റ്റീരിയർ, ദെൻ ടിബിയാലിസ് ആൻറ്റീരിയർ. ഇത്രയാണ് സ്ലിങ് ആയിട്ട് വരുന്നത്. സോ സ്ലിങ്സിൽ ടിബിയാലിസ് പോസ്റ്റീരിയർ, ടിബിയാലിസ് ആൻറ്റീരിയർ, പിന്നെ ഫ്ലെക്സർ ഹാലുസിസ് ലോങ്ങസ്, അതുപോലെ ഫ്ലെക്സർ ഡിജിറ്റോറം ലോങ്ങസ്. അപ്പോൾ ഈ 4 ടെൻഡൻസ് ആണ് സ്ലിങ് ആയിട്ട് അതിനെ കെട്ടി നിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത്. ദെൻ നമുക്ക് ടൈ ബീമിലേക്ക് പോകാം. ടൈ ബീം എന്ന് പറഞ്ഞാൽ 2 പില്ലറിനെ ജോയിൻ ചെയ്യുന്നതാണ്. ബേസിക്കലി ബേസ് ഫോം ചെയ്യുന്ന, കാർപ്പറ്റ് പോലെ ബേസ് ഫോം ചെയ്യുന്നതാണ് ടൈ ബീം. ഓക്കെ, അപ്പം ടൈ ബീമായിട്ട് ഇവിടെ കാണുന്നത് ഏതാണ്? പ്ലാന്റാർ അപ്പോന്യൂറോസിസ്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? പ്ലാന്റാർ അപ്പോന്യൂറോസിസ്. പിന്നെ എന്താണ് നമുക്ക് കാണുന്നത്? അബ്ഡക്റ്റർ ഹാലുസിസ് അല്ലേ? സോ ഇത് രണ്ടുമാണ് ടൈ ബീം ആവുന്നത്. പ്ലാന്റാർ അപ്പോന്യൂറോസിസും അതേപോലെ എന്താണ്? അബ്ഡക്റ്റർ ഹാലുസിസ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താ? 2 പില്ലർ, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ആൻറ്റീരിയർ പില്ലർ ഏതായിരുന്നു? 3 മെറ്റാടാർസൽസ് അല്ലേ? പോസ്റ്റീരിയർ ഏതായിരുന്നു? കാൽക്കേനിയസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ടൈ ബീം ആയിട്ട് നിൽക്കുന്നതാണ് പ്ലാന്റർ അപ്പോന്യൂറോസിസും അബ്ഡക്റ്റർ ഹാലുസിസും. അപ്പം സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ബോൺ എഴുതണം. ബോൺ വിച്ച് ഇസ് സപ്പോർട്ടിങ് ദി സമ്മിറ്റ്. അപ്പം ഇവിടെ സമ്മിറ്റ് ആയിട്ട് വരുന്ന ആരാണ്? ടാലസ് ആണ്. അപ്പോൾ ടാലസ് ആണ് കീസ്റ്റോൺ ഓഫ് ആർച്ച്. അതാണ് നമ്മുടെ ടാലസ്. അപ്പോൾ ടാലസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോണാണ് സസ്റ്റൻറ്റാക്യുലം ടാലൈ. ഇനി രണ്ടാമത്തെ നമ്മൾ പറയണ ഇൻ്റർസെഗ്മെൻ്റൽ ടൈസ് പറയണം അല്ലേ? ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ്ങിൽ ഇൻ്റർസെഗ്മെൻ്റൽ ടൈസ് അതിൽ വരുന്നതാണ് സ്പ്രിംഗ് ലിഗമെൻറ്റ്, ഇൻട്രോഷ്യസ് ടാലോ കാൽക്കേനിയൽ ലിഗമെൻറ്റ്, അതേപോലെ ഇത് 3. Then muscles, tendon and aponeurosis, that is maintaining this
മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്. അതിൽ സ്ലിങ്സ് ആയിട്ട് വരാം, ടൈ ബീമുമായിട്ട് വരാം. സ്ലിങ്സ് ആയിട്ട് വരുന്നതാണ് ടിബിയാലിസ് ആൻറ്റീരിയർ, ടിബിയാലിസ് പോസ്റ്റീരിയർ, ദെൻ ഫ്ലെക്സർ ഹാലിസിസ് ലോങ്ങസ്, ഫ്ലെക്സർ ഡിജിറ്റോറം ലോങ്ങസ് ആൻഡ് ടൈ ബീം. ഓക്കെ, now moving towards lateral longitudinal arch. അപ്പോൾ ഇനി നമുക്ക് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡയഗ്രം വരയ്ക്കണം. ഓക്കെ, ഡയഗ്രം വരയ്ക്കുക. ആൻഡ് ദിസ് ഇസ് ആൻറ്റീരിയർ, ദിസ് ഇസ് പോസ്റ്റീരിയർ. അപ്പോൾ ഇനി നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് പറയണം, ഏതൊക്കെ ബോൺസ് ആണ് ഈ ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? കാൽക്കീനിയസ് ഉണ്ട്, ക്യൂബോയിഡ് ഉണ്ട്, പിന്നെ ഏതാ 4th and 5th മെറ്റാടാർസൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിൻലി ബോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദി ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്. അതിനുശേഷം നമ്മൾ എന്ത് പറയണം? പില്ലേഴ്സ് പറയണം, സബ്മിറ്റ് പറയണം ആൻഡ് ജോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ പില്ലർ ഫോം ചെയ്യുന്ന ആരാ? പില്ലറിൽ തന്നെ ഞാൻ പറഞ്ഞു ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഉണ്ട് അല്ലേ. സോ ആൻറ്റീരിയർ ആരാ ഫോം ചെയ്യുന്നത്? ആൻറ്റീരിയർ ഇസ് ഫോം ബൈ ദി 4th and 5th മെറ്റാടാർസൽ. ഓക്കെ, 4th and 5th മെറ്റാടാർസൽ, അതാണ് ആൻറ്റീരിയർ പില്ലർ. ഇനി പോസ്റ്റീരിയർ പില്ലർ ആരാ ഫോം ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഫോംഡ് ബൈ കാൽക്കേനിയസ്. ഓക്കെ, കാൽക്കേനിയസ് ആണ് പോസ്റ്റീരിയർ പില്ലർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, സമ്മിറ്റ്. സമ്മിറ്റ് എന്ന് പറയുന്നത് ഇസ് ഫോംഡ് ബൈ ക്യൂബോയിഡ്. ക്യൂബോയിഡ് ആണ് ഇവിടുത്തെ സമ്മിറ്റ്. അപ്പോൾ ഇവിടുത്തെ കീ സ്റ്റോൺ ആരാണ്? ക്യൂബോയിഡ് ആണ്. ഓക്കെ, സമ്മിറ്റ് ഇസ് ക്യൂബോയിഡ്, ഇറ്റ് ഇസ് ദി കീ സ്റ്റോൺ. ദെൻ മൂന്നാമത് നമ്മൾ ജോയിൻറ്റ്സ് പറയണം. ഇവിടുത്തെ മെയിൻ ജോയിൻ ഏതായിരിക്കും? കാൽക്കേനിയോ ക്യൂബോയിഡ്. ഓക്കെ, കാൽക്കേനിയോ ക്യൂബോയിഡ് ജോയിൻറ്റ്, അതാണ് ഇവിടുത്തെ മെയിൻ ജോയിൻറ്റ്. സോ സമ്മിറ്റ് പറഞ്ഞു, പില്ലർ ആൻഡ് ജോയിൻറ്റ്സ്. ഓക്കെ, ദെൻ നമുക്ക് ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്, അതിലേക്ക് പോകാം. അപ്പോൾ ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ എന്താ പറയണ്ടേ? ഏതൊക്കെ ബോണാണ് മെയിൻലി ഇവിടെ ഏത് ബോണാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്? ഇറ്റ് ഈസ് ദി ക്യൂബോയിഡ് ഇറ്റ്സെൽഫ്, അതാണ് കീ സ്റ്റോൺ. ഓക്കെ, ക്യൂബോയിഡ് തന്നെയാണ്. ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ പറയേണ്ടത് എന്താണ്? ലിഗമെൻറ്റ്സ്. അപ്പോൾ ലിഗമെൻറ്റ്സ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇൻ്റർസെഗ്മെൻറ്റൽ ടൈസ്. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർസെഗ്മെൻറ്റൽ ടൈസ് ആരാ? ഇൻ്റർസെഗ്മെൻറ്റൽ ടൈസ് ഇവിടെ ഷോർട്ട് പ്ലാന്റാർ ലിഗമെൻറ്റ് ആൻഡ് ലോങ് പ്ലാന്റാർ ലിഗമെൻറ്റ്, അതാണ് ഇവിടുത്തെ ഇൻ്റർസെഗ്മെൻറ്റൽ ടൈസ്. ഓക്കെ, ഷോർട്ട് പ്ലാന്റാർ ലിഗമെൻറ്റും ലോങ് പ്ലാന്റാർ ലിഗമെൻറ്റും. അതിനുശേഷം നമ്മൾ പറയേണ്ടത് മസിൽസ്, പിന്നെന്താണ്? ടെൻഡൻ ആൻഡ് അപ്പോന്യൂറോസിസ് അല്ലേ. സോ അതിൽ തന്നെ നമ്മൾ എന്താ ആദ്യം പറയുന്നത്? സ്ലിങ്സ്. ഇവിടെ സ്ലിങ് ആയിട്ട് വരുന്ന ആരാ? നോക്കാം. പെരോണിയസ് ബ്രെവിസും പെരോണിയസ് ലോങ്ങസ്. ഇതിൻ്റെ ടെൻഡനാണ് സ്ലിങ് ആയിട്ട് ഇവിടെ വരുന്നത്. സോ സ്ലിങ്സ് ആരാണ് ഫോം ചെയ്യുന്നത്? ടെൻഡൻ ഓഫ് പെരോണിയസ് ലോങ്ങസ് ആൻഡ് പെരോണിയസ് ബ്രെവിസ്. ഓക്കെ, ദെൻ രണ്ടാമത് നമുക്ക് കാണുന്നത് എന്താണ്? ടൈ ബീം. സോ ഇവിടെ ടൈ ബീം ഫോം ചെയ്യുന്നത് ആരാ? ടൈ ബീം ഫോം ചെയ്യുന്നത് ഒന്നാമത് ജസ്റ്റ് ലൈക്ക് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാണുന്നത് പ്ലാന്റർ അപ്പോന്യൂറോസിസ്. ഓക്കെ, പ്ലാന്റർ അപ്പോന്യൂറോസിസ് ഉണ്ട്. പിന്നെ എന്ത് കാണാം? അബ്ഡക്റ്റർ ഡിജിറ്റൈ മിനിമൈ. ഓക്കെ, അബ്ഡക്റ്റർ ഡിജിറ്റൈ മിനിമൈ. അതിന് കൂടെ തന്നെ എന്തുണ്ട്? ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ. ഓക്കെ, ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ. സോ ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ ബ്രെവിസ്. ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ ബ്രെവിസ്. ആൻഡ് നാലാമത്തത് ഫ്ലെക്സർ ഡിജിറ്റോറം. ഫ്ലെക്സർ ഡിജിറ്റോറം ബ്രെവിസ്. ഓക്കെ, സോ നാല് സംഭവങ്ങളുണ്ട് ടൈ ബീം ഫോം ചെയ്യാൻ. ടൈ ബീം എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദി ആൻറ്റീരിയർ ആൻഡ് ദി പോസ്റ്റീരിയർ പില്ലർ. ഓക്കെ, അത് ഫോം ചെയ്യുന്ന ആരൊക്കെയാണ്? പ്ലാന്റർ അപ്പോന്യൂറോസിസ്, അബ്ഡക്റ്റർ ഡിജിറ്റൈ മിനിമൈ, ഫ്ലെക്സർ ഡിജിറ്റൈ മിനിമൈ ബ്രെവിസ്, ദെൻ ഫ്ലെക്സർ ഡിജിറ്റോറം ബ്രെവിസ്. അതാണ് ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്. ഇനി നമുക്ക് ട്രാൻസ്വേഴ്സ് ആർച്ചിലേക്ക് പോകാം. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് ആർച്ച് എന്ന് പറയുന്നതിന്
രണ്ട് പാർട്ടുണ്ട്, ആൻറ്റീരിയർ ട്രാൻസ്വേഴ്സ് ആർച്ചും പോസ്റ്റീരിയർ ട്രാൻസ്വേഴ്സ് ആർച്ചും. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റീരിയർ ട്രാൻസ്വേഴ്സ് ആർച്ച് കംപ്ലീറ്റ് ആയിരിക്കും, ഒരു ഫുട്ടിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, വെറാസ് പോസ്റ്റീരിയർ ട്രാൻസ്വേഴ്സ് ആർച്ച് ഇൻകംപ്ലീറ്റ്, ലൈക്ക് ഹാഫേ കാണുള്ളൂ ഒരു ഫുട്ടിൽ. രണ്ട് ഫുട്ടും കൂടെ വെച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. സോ anterior transverse arch is complete in one foot, okay, and posterior transverse arch is incomplete in one foot, or it gets completed, or that arch gets completed when both the foot are kept together. Now anterior transverse arch form ചെയ്യുന്നത് ആരൊക്കെയാണ്? മെറ്റാടാർസൽസ് ആണ്. ഓക്കെ, മീഡിയലി വരുന്ന മെറ്റാടാർസലും, okay, the first metatarsal and the fifth metatarsal, അതാണ് എന്ത് മെയിൻലി ഒരു കംപ്ലീറ്റ് ആൻറ്റീരിയർ ട്രാൻസ്വേഴ്സ് ആർച്ച് ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ആൻഡ് ദി പോസ്റ്റീരിയർ ട്രാൻസ്വേഴ്സ് ആർച്ചസ് ആർ മെയിൻലി ഫോംഡ് ബൈ ദി ടാർസസ് ആൻഡ് മെറ്റാടാർസസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഒരു സൈഡിലെ, ദാറ്റ് മീൻസ് ലാറ്ററൽ സൈഡിലെ പാർട്ട് മാത്രമേ ഫ്ലോറിനെ ടച്ച് ചെയ്യുന്നുള്ളൂ ഒരു ഫുട്ടിൽ. സോ ഇറ്റ് ഗെറ്റ്സ് കംപ്ലീറ്റഡ് when both the foot are kept together. Which one? Posterior transverse arch. Okay, അതാണ് ട്രാൻസ്വേഴ്സ് ആർച്ചിനെ പറ്റി പറയാനുള്ളത്. ഇനി സോ ആർച്ചസ് കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്ക് ഡിഫറൻസ് ഇതിനകത്ത് നമ്മൾ പറയുമ്പം ഈ മീഡിയൽ ആൻഡ് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസും കൂടി പറയണം. ഓക്കെ, അപ്പോൾ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും അതേപോലെ ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച്. ഓക്കെ, അപ്പം മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൽ കൂടുതൽ ബോൺസ് കാണാം അല്ലേ, മോർ നമ്പർ ഓഫ് ബോൺസ്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? കാൽക്കേനിയസ് കണ്ടു, പിന്നെ ടാലസ് ഉണ്ട്, നാവിക്കുലർ ഉണ്ട്, ക്യൂണിഫോം ഉണ്ട്, 3 ക്യൂണിഫോം ഉണ്ട്, അതേപോലെ 3 മെറ്റാടാർസൽസ് ഉണ്ട്. അപ്പം എന്താ അത്രയും ബോൺസ് ഉണ്ട് ആസ് കമ്പയർഡ് ടു ലാറ്ററൽ. ലാറ്ററലാകെ കാൽക്കേനിയസ്, ക്യൂബോയിഡ്, പിന്നെ 2 മെറ്റാടാർസലേ ഉള്ളൂ, ടോട്ടൽ 4 ബോൺസേ ഉള്ളൂ. പക്ഷേ മറ്റേതിൽ മോർ നമ്പർ ഓഫ് ബോൺസ് കാണാം. ഏത്? മീഡിയലിൽ. അപ്പോൾ ലാറ്ററൽ എന്താണ്? ലെസ് നമ്പർ ഓഫ് ബോൺസ്. ഇനി സെക്കൻഡ് പോയിന്റ് നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഫങ്ഷൻ. മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ഇസ് ഇൻവോൾവ് പ്രൈമർലി ഇൻ റെസിലിയൻസ്. ഓക്കെ, റെസിലിയൻസ്. ആൻഡ് lateral longitudinal arch is primarily involved in providing the rigidity. Okay, ഇനി മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് കുറച്ചുകൂടെ മൊബൈൽ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് വിച്ച് ഇസ് ലെസ് മൊബൈൽ. ഇനി പിന്നെ അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സമ്മിറ്റ് ആണ്. നമുക്കറിയാം മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിൽ സമ്മിറ്റ് ഫോം ചെയ്യുന്ന ആരാ? ടാർസസ്. ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചിലോ ഇറ്റ് ഇസ് ഫോം ബൈ ക്യൂബോയിഡ്. ഓക്കെ, പിന്നെ മെയിൻ ജോയിൻറ്റ്സ്, വൾണറബിൾ ജോയിൻറ്റ്സ് ഇൻ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ആരായിരിക്കും? ടാലോ, കാൽക്കേനിയോ, നാവിക്കുലാർ ജോയിൻറ്റ്. ആൻഡ് ഇൻ ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ആരായിരിക്കും? കാൽക്കേനിയോ ക്യൂബോയിഡ് ജോയിൻറ്റ്. അതാണ് മോർ വൾണറബിൾ ജോയിൻറ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ മെയിൻലി പറയേണ്ടത്. അപ്പോൾ സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ആർച്ചസ് ഓഫ് ഫുട്ട് ചോദിക്കുമ്പോൾ നമ്മൾ മെയിൻ ബോൺസ് ഏതൊക്കെയാണെന്ന് പറയാം. പിന്നെ അതിനുശേഷം ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചസ് 2 ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് പറയുമ്പോൾ നമ്മൾ പില്ലേഴ്സ്, സമ്മിറ്റ്, ജോയിൻറ്റ്സ് പറയാം. അത് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചും ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചുമായിട്ട് പറയാം. പിന്നെ ഫാക്ടേഴ്സ് മെയിൻറ്റെയിനിങ് ദിസ് മീഡിയൽ ആൻഡ് ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ചസ്, അതിൻ്റെ ഡിഫറൻസ്, പിന്നെ അതിനുശേഷം ട്രാൻസ്വേഴ്സ് ആർച്ച്. ദാറ്റ്സ് ഇറ്റ്.